നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങൾ. 2022 മുതൽ 2024, 2025 ഈ 3 പ്രധാനപ്പെട്ട വർഷങ്ങളിലെയും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. വരും ദിവസങ്ങളിൽ പാർട്ട് 2, പാർട്ട് 3 തുടങ്ങി പാർട്ട് 5 വരെ പ്രധാനപ്പെട്ട ടോപ്പിക് ഉൾപ്പെടുന്ന 5 പാർട്ടുകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് നോട്ട്സ് വായിക്കണം. ഇതിൻ്റെ എക്സാം കൃത്യമായി രാത്രി 9 മണിക്ക് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുള്ള എക്സാം കൂടി അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, ഇപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഒരിക്കലും 2023 കറണ്ട് അഫയേഴ്സ് അല്ല ആദ്യം പഠിക്കേണ്ടത്. ആദ്യം പഠിക്കേണ്ടത് 2025 ഏപ്രിൽ 21 എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മത്സര പരീക്ഷയിൽ ഗുണകരമായി മാറുന്നോ അതെല്ലാം എന്ത് ചെയ്യണം, ആദ്യം അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇപ്പം ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണല്ലോ, ഒരു മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്നവരാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് 2025 ഈ വീഡിയോ ക്ലാസ് ഏപ്രിൽ 21 നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മത്സര പരീക്ഷ ഗുണകരമാകുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിയമനമായിക്കോട്ടെ, പ്രധാനപ്പെട്ട സാഹിത്യകൃതികളായിക്കോട്ടെ, വിയോഗങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ അപ്ഡേഷന് ശേഷമേ ഈ പറയുന്ന 2024ലേക്കും 2023 പോകാൻ വേണ്ടി ശ്രമിക്കാവൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവം പറയുകയാണ്. പ്രധാനപ്പെട്ട ആനുകാലിക സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നത് 2025 ഏപ്രിൽ 21 പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയിൽ ചോദ്യ സാധ്യത ഉള്ളത് എന്തൊക്കെയായിരിക്കും? ഒന്ന്, അമേരിക്കയുടെ അതായത് US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ന് പബ്ലിഷ് ചെയ്തതല്ല, ധാരാളം നാളുകളായി ഇദ്ദേഹത്തിന്റെ ആത്മകഥ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ ഏകദേശം 80 രാജ്യങ്ങളിലായി പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഹോപ്പ് എന്നാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെയും വിയോഗം നമ്മൾ എന്ത് ചെയ്യുമല്ല, അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മത്സര പരീക്ഷയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 80 രാജ്യങ്ങളിലായിട്ട് പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളായി. അപ്പൊ നമുക്ക് വേണ്ടത് ഇത് മാത്രമല്ല ആനുകാലിക സംഭവം. ഇന്നത്തെ ദിവസം ഒത്തിരി ആനുകാലിക സംഭവങ്ങളുണ്ട്. അതെല്ലാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പത്രവാർത്തകളായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്തത് മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് യുനെസ്കോ എന്നറിയപ്പെടുന്ന. യുനെസ്കോയുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി മത്സര പരീക്ഷയിൽ ഒരു 6 മാസം 7 മാസമായിട്ട് നടക്കുന്ന എല്ലാ മത്സര പരീക്ഷയിലും കാണുന്ന ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഏഷ്യയിലെ ആദ്യ നഗരം എന്ന പ്രത്യേകത അത് കേരളത്തിലുണ്ട്. കേരളത്തിലെ കോഴിക്കോടാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം? ഒന്നാമത്തെ വസ്തുത പറയുന്നു, 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിന്റെ വേദി അത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിന്റെ വേദി. അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും മത്സര പരീക്ഷയ്ക്ക് ഫോക്കസ് കൊടുക്കുമ്പം ഈ ന്യൂഡൽഹി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. ദില്ലിക എന്നറിയപ്പെട്ടത് ന്യൂഡൽഹിയാണ്. പഴയ കാലത്ത് ഇന്ദ്രപ്രസ്ഥ എന്നും ദില്ലിക എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഈ ന്യൂഡൽഹിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ 46ാമത് യുനെസ്കോ വേൾഡ്
ഹെറിറ്റേജ് കോൺഫറൻസിന്റെ വേദി അത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ന്യൂഡൽഹിയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്. ആ അൽഫാവ് എന്നറിയപ്പെടുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത് സൗദി അറേബ്യയിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണല്ലോ, യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഏഷ്യയിൽ ആദ്യ നഗരം അത് കോഴിക്കോടാണ്. കാലിക്കോ തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് അത് കോഴിക്കോടാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖമാണ്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ധാരാളം ആനുകാലിക സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഏഷ്യയിലെ ആദ്യ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കോഴിക്കോടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞേ, അത് ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ദെൻ യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഏഷ്യയിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്നത് അത് കോഴിക്കോടാണ്. ഇത്രയും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട അപ്ഡേഷനുകളാണ്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഈ വീഡിയോ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഈ 2 ചോദ്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ആൻസർ ആയിട്ട് കമന്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? അപ്പൊ ഈ പറയുന്ന മത്സര പരീക്ഷകളിൽ എല്ലാം തന്നെ പുസ്തക തലസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. 2023, 2024 അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്റെ ചോദ്യം ഇതാണ്, 2024 ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ എവിടെയാണ് ഈ പറയുന്ന യുനെസ്കോ ലോക സാഹിത്യ പദവികളുമായി ബന്ധപ്പെട്ട് ഓരോ പ്രഖ്യാപനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ലോക പുസ്തക തലസ്ഥാനത്തെ പ്രഖ്യാപിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ വായനയുടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ രാജ്യത്തെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ സംസ്കാരം, അവിടുത്തെ വായനാശീലം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വായനയുടെ പ്രചാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി യുനെസ്കോ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത്, ഈ പറയുന്ന സാഹിത്യ നഗര പദവി. മാത്രമല്ല ലോക പുസ്തക തലസ്ഥാനം. അങ്ങനെ 2024 ലോക പുസ്തക തലസ്ഥാനം ഏതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷയിൽ ഈ നിയമനങ്ങൾ ചോദിക്കാറുണ്ട്. ആ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പം അംബാസിഡർമാരെ ചോദിക്കാറുണ്ടല്ലോ. നമുക്ക് വേണ്ടത് യുനിസെഫിന്റെ ഇന്ത്യ നാഷണൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? ഈ 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 2ന്റെയും ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, അറിയത്തില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദ്യം 2 വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന്, 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ്? ഇനി അവിടെ അതൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, യുനിസെഫിന്റെ ഇന്ത്യ നാഷണൽ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉൾപ്പെടെ പറയാം. കത്രീന കൈഫ് ആണോ കരീന കപൂർ ആണ്? ഇതാണ് 2 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതിൽ ആൻസർ ശരിയാണെങ്കിൽ ശരിയായിരിക്കാം, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെന്നേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിന്റെ വേദി അത് ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഏഷ്യയിൽ ആദ്യ നഗരം അത് കോഴിക്കോടാണ്. അടുത്തത്, ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ മത്സര പരീക്ഷയിൽ പ്രസ്താവന ചോദ്യങ്ങളാണ്. ഒരു കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ ഈ കറണ്ട് അഫേഴ്സ് മാത്രമല്ല ചോദിക്കുന്നത്, താഴെ പറയുന്നവയിൽ ഈ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുമ്പം ചിലപ്പോൾ യുനെസ്കോയുടെ പൂർണ്ണ രൂപം ചോദിക്കാം, യുനെസ്കോ നിലവിൽ വന്ന വർഷം ചോദിക്കാം, യുനെസ്കോയുടെ ആസ്ഥാനം ചോദിക്കാം, യുനെസ്കോയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വല്ല വസ്തുതയോ, യുനെസ്കോയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വല്ല പ്രത്യേകത ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചു എന്ന് കരുതി വിഷയമൊന്നുമില്ലല്ലോ. കാരണം ഓരോ അറിവും ചെറുതല്ല. അപ്പൊ യുനെസ്കോയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത, യുനെസ്കോയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നേഷൻസ്
എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോ രൂപീകൃതമാകുന്നത്. 1945 യുനെസ്കോ രൂപീകൃതമാകുന്നത്. യുനെസ്കോയുടെ ആസ്ഥാനം അത് പാരീസ് ആണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത് യുനെസ്കോ രൂപീകൃതമാകുന്നത് 1945 യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ഇനി ഈ പറയുന്ന യുനെസ്കോയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രാചീന കാലത്ത് കലിംഗം എന്നും പ്രാചീന കാലത്ത് ഉത്കലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഒഡീഷയല്ലേ. ഈ ഒഡീഷ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ഒഡീഷ ഗവൺമെന്റും യുനെസ്കോ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സംഘടനയെ ചേർന്ന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈസിന്റെ പേര് കലിംഗ സമാധാന പുരസ്കാരം എന്നാണ്. ഈ 1952, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ഇന്ത്യ റിപ്പബ്ലിക്കായി. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന 1950 തൊട്ട് 2 വർഷം കഴിഞ്ഞ് 1952 മുതൽ കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന അത് യുനെസ്കോയാണ്. അപ്പൊ അവിടെ കഴിഞ്ഞ LPSI UPSI പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കലിംഗം എയർപോർട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താ? ഈ ഒഡീഷയില. കലിംഗത്തിന്റെ അല്ലെങ്കിൽ കലിംഗമെന്നും പഴയ കാലത്ത് ഉത്കലം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഒഡീഷ. അപ്പൊ ഈ ഒഡീഷ ഗവൺമെന്റും യുനെസ്കോയും സംയുക്തമായിട്ടാണ് കലിംഗ സമാധാന പുരസ്കാരം നൽകുന്നത്. അപ്പൊ യുനെസ്കോ 1952 മുതൽ കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന അത് യുനെസ്കോയാണ്. ഈ പറയുന്ന കലിംഗ പുരസ്കാരത്തിന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കലിംഗ പുരസ്കാരം സ്ഥാപിക്കണം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന ആശയത്തിന് മുൻകൈ എടുത്ത ഇന്ത്യയിലെ മുഖ്യമന്ത്രി, അതായത് ഒഡീഷ മുഖ്യമന്ത്രിയുടെ പേര് അത് ബിജു പട്നായിക് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ യുനെസ്കോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുത ഈ കേരളവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കേരള കലാരൂപത്തിന്റെ പേര് മുടിയേറ്റ് എന്നാണ്. ഇത് കലാകായികം എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് SCERT പാഠഭാഗ വസ്തുതയിലുള്ളതാണ്. 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കേരള കലാരൂപം അത് മുടിയേറ്റാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, 2015 യുനെസ്കോ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. അപ്പൊ 2010-2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കേരള കലാരൂപം അത് മുടിയേറ്റാണ്. 2015 യുനെസ്കോ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞ പുസ്തക തലസ്ഥാനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. 2026 പുസ്തക തലസ്ഥാനം ഒന്ന് ഓർത്തു വെക്കണം. 2025 പുസ്തക തലസ്ഥാനമുണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ച 2024 പുസ്തക തലസ്ഥാനമുണ്ട്. ഒന്ന് 2026 ആകുമ്പോൾ അടുത്ത വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇപ്പോഴേ പറയുമല്ലോ, മറിച്ച് ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു വെച്ചേക്കുക. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാന നഗരമായ റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാന നഗരമായ റബാത്തിനെ 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് അത് റിയോ ഡി ജനീറോയാണ്. ഈ റിയോ ഡി ജനീറോയാണ് 2025 പുസ്തക തലസ്ഥാനം. 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് അത് സ്ട്രാസ്ബർഗ് ആണ്. അപ്പൊ 2024 സ്ട്രാസ്ബർഗ്, 2025 റിയോ ഡി ജനീറോ, 2026 എവിടെ? മൊറോക്കോയുടെ തലസ്ഥാന നഗരമായ റബാത്ത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 3 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ്. അപ്ഡേറ്റ് ചെയ്യണം, അതും പഠിക്കണം, റിവൈസ് ചെയ്യണം. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആനുകാലിക സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിയമനങ്ങൾ മത്സര പരീക്ഷയിൽ ധാരാളം ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണല്ലോ UPSC. ഈ UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റ വനിതയാണ് പ്രീതി സുധൻ എന്ന് പറയുന്ന വനിത. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, UPSCയുടെ ചെയർപേഴ്സൺ ആയ
പുതിയ വ്യക്തിത്വമാരാണ്? അത് പ്രീതി സുധനാണല്ലോ. അപ്പൊ ഈ പറയുന്ന UPSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ UPSCയുടെ പ്രത്യേകത? ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. 3 പ്രധാനപ്പെട്ട കാവൽക്കാരന്മാരെയാണ് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഒന്ന്, ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് CAG. ഈ 3 കാവൽക്കാരന്മാർ അല്ലെങ്കിൽ വാച്ച് ഡോഗുമാരെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ മെറിറ്റ് സിസ്റ്റം, അത് UPSC. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോർട്ട്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ്, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റ വ്യക്തിത്വം അത് പ്രീതി സുധനാണ്. അപ്പൊ ഈ പറയുന്ന UPSCയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ UPSCയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ ചോദ്യ സാധ്യതയുള്ള വസ്തുതകൾ ഇങ്ങനെയാണ്. UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പരീക്ഷാളി കയറുന്ന സമയത്ത് ഈ ആർട്ടിക്കിളൊക്കെ തിരിഞ്ഞു പോകും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മൾ PSC എക്സാം ഒക്കെ കോമൺ ആയിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണല്ലോ PSC എക്സാം എഴുതുന്നത്. എക്സാമുകൾ തീരാറാവുന്ന ഒരു 3:15 സമയമാണ്, 3:15. അപ്പം 315 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് എന്ത് UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. എന്നാൽ ഈ പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് 1926 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന UPSC രൂപീകരിക്കുന്നത്. ഏതൊരു കമ്മീഷൻ ആയിക്കോട്ടെ, ഏതൊരു സംവിധാനം ആയിക്കോട്ടെ, നിലവിൽ വരണമെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ കാണാതിരിക്കാം. ഇവിടെ ഒരു കമ്മീഷൻ ഉണ്ട്. 1924 ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1926 UPSC നിലവിൽ വരുന്നത്. UPSCയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ആണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഇതേപോലൊരു വാക്കൊരു വനിതയുണ്ടല്ലോ UPSCയുടെ ചെയർപേഴ്സണായ ആദ്യ വ്യക്തിത്വം ആരാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മിലൻ ബത്യോ ആണ്. റോസ് മിലൻ ബാത്യു അല്ലെങ്കിൽ റോസ് മിലൻ ബത്യു. ഇനി ഈ പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSCയുടെ ചെയർമാനായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് അത് HK കൃപലാനി എന്നാണ്. UPSCയുടെ ചെയർമാനായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? HK കൃപലാനിയാണ്. UPSC അംഗമാകുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് KG അടിയോടി. ഈ UPSCക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ. ഈ പറയുന്ന UPSCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസിലാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റതാരാണ്? പ്രീതി സുധൻ. UPSCയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ ടിക്ക് ചെയ്യണം. 1926 UPSC നിലവിൽ വരുന്നത്. ഈ പറഞ്ഞ 1926 രൂപീകൃതമായ UPSCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ പേര് ലീ കമ്മീഷൻ. ആ ലീ കമ്മീഷൻ 1924 നിലവിൽ വരുന്നത്. ഈ 3 വാക്കൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഒന്ന് UPSC, മറ്റൊന്ന് സുപ്രീം കോടതി, മറ്റൊന്ന് CAG. ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് UPSC ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ പറഞ്ഞ UPSCയുടെ ചെയർപേഴ്സണായി 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റ പ്രീതി സുധൻ എത്രാമത്തെ ചെയർപേഴ്സണാണ്? 2ാമത്തെ ചെയർപേഴ്സൺ സ്ഥാനമാണല്ലോ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അപ്പൊ ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ട ടോപ്പിക് ഒന്ന്, നിങ്ങൾക്ക് രാവിലെ പബ്ലിഷ് ചെയ്തേക്കുന്ന സിലബസ് കണ്ടന്റ് പഠിക്കണം. ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സ്, എന്തൊക്കെ കറണ്ട് അഫേഴ്സ് കണ്ടന്റ് നിങ്ങൾക്ക് ഇന്ന് തന്നിട്ടുണ്ടോ അത് മസ്റ്റായി പഠിക്കണം. ഈ വീഡിയോ ക്ലാസ്സിന്റെ നോട്ട്സ് വായിക്കണം, ഈ വീഡിയോ ക്ലാസ് കാണണം, ഈ തരുന്ന എല്ലാ മെറ്റീരിയൽസും പഠിക്കണം. ദെൻ SCRT NCRT ഫാക്ട് രാവിലെ പബ്ലിഷ് ചെയ്തേക്കുന്ന 3 SCRT ചാപ്റ്റർ ഉണ്ട്, അത് മസ്റ്റായിട്ട് പഠിക്കണം. ദെൻ മൈക്രോ നോട്ട് പഠിക്കണം. ഇതെല്ലാം ചേർത്ത് ഇന്ന് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ മെറ്റീരിയൽസ് തരുന്നോ, അത് എന്തൊക്കെ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. രാവിലത്തെ പത്രവാർത്ത സഹിതം പഠിക്കണം. അതെല്ലാം കൂടെ ചേർത്ത്
രാത്രി 9 മണിക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 9 to 9:15 അല്ലെങ്കിൽ 9:30, എന്തായാലും 9 മണിക്ക് 9:30 PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് എക്സാം അപ്ലോഡ് ചെയ്യും. എക്സാം അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് ഉഷാറായിട്ട് പഠിക്കുക. ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് 9072728242 നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ പേര്, വർക്കൗട്ട് ബാച്ച്, ഏത് മത്സര പരീക്ഷയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് വർക്കൗട്ട് ബാച്ച് അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി പറയുമ്പോൾ ഒന്ന് കാമ്യ കാർത്തികേയൻ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഇന്ത്യക്കാരി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ചോദ്യം ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായ 16കാരിയുടെ പേരാണ് കാമ്യ കാർത്തികേയൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. പറഞ്ഞല്ലോ, ഇതൊന്നും നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു തവണ വായിക്കുക, പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുക, പരീക്ഷയോട് അടുപ്പിച്ച് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. റിവിഷൻ മസ്റ്റാണ്. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായ 16കാരിയുടെ പേര് കാമ്യ കാർത്തികേയൻ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ 2024 സ്പൈസ് അവാർഡ് നേടിയ കർഷകയുടെ പേര് സ്വപ്ന കല്ലിങ്ങൽ എന്നാണ്. അത് പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായ 16കാരി അത് കാമ്യ കാർത്തികേയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ 2024 സ്പൈസ് അവാർഡ് നേടിയ കർഷകയുടെ പേര് സ്വപ്ന കല്ലിങ്ങൽ എന്നാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യ വനിതാ പൈലറ്റ് സബ് ലെഫ്റ്റനന്റ് അനാമിക ബി രാജീവാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് അത് അനാമിക ബി രാജീവാണ്. അപ്പൊ കാമ്യ കാർത്തികേയനെ ഒന്ന് നോട്ട് ചെയ്തേക്കണം, സ്വപ്ന കല്ലിങ്ങലിനെ ഒന്ന് നോട്ട് ചെയ്തേക്കണം, അനാമിക ബി രാജീവിനെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. യുനിസെഫിന്റെ ഇന്ത്യ നാഷണൽ അംബാസഡറായിട്ട് നിയമിച്ച ബോളിവുഡ് നടി അത് കരീന കപൂറാണ്. യുനിസെഫ് ഇന്ത്യ നാഷണൽ അംബാസഡറായിട്ട് നിയമിച്ച ബോളിവുഡ് നടി ആരാണ്? അത് കരീന കപൂർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരുടെ പേര് അത് നിത അംബാനിയാണ്. അപ്പൊ യുനിസെഫ് ഇന്ത്യ നാഷണൽ അംബാസിഡറായി നിയമിച്ച ബോളിവുഡ് നടി അത് കരീന കപൂർ ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ അത് നിത അംബാനിയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഷാരൂഖ് ഖാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ ഏത് സിനിമാ താരത്തിന്റെ ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്? അപ്പൊ ഷാരൂഖ് ഖാനോടുള്ള ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം, വളരെ പ്രധാനപ്പെട്ടതാണ്. പാരീസിലെ ഗ്രവിൻ മ്യൂസിയം എന്ത് പുറത്തിറക്കിയത്? സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഡോക്ടർ BN ഗംഗാധർ എന്നറിയപ്പെടുന്ന വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമനം. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാനായി 2024 നിയമിതനായത് ഡോക്ടർ BN ഗംഗാധർ. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. നമുക്കിപ്പം വേണ്ട ചോദ്യം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിലവിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BN ഗംഗാധർ ആണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അടുത്തത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താ? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായി നിയമിച്ചത് ആരെയാണ്? വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായിട്ട് നിയമിച്ചത് ആരെയാണ്? ഡോക്ടർ സൗമ്യ സ്വാമിനാഥനെയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് വളരെയേറെ വാർത്താ പ്രാധാന്യമുള്ള ആനുകാലിക പ്രസക്തിയുള്ള ഒരു കണ്ടന്റാണ് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. വഖഫ് ഭേദഗതിയുടെ ആ ഒരു രൂപീകരണം മുതൽ ആ ബില്ല് നടപ്പിലാക്കുന്ന സംവിധാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ജോയിന്റ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോയിന്റ് പാർലമെന്ററി
കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും JPC എന്ന് പറയും. പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിന്റെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് ജഗദംബിക പാലാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ പേര് നിസാർ കമ്മീഷൻ എന്നൊക്കെയാണ്. വരും ക്ലാസ്സിൽ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിന്റെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ജഗദാംബിക പാലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാങ്കിങ് എന്നറിയപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ മേഖലകളെ പറ്റി പറയുമ്പം മൂന്നാമത്തെ മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണല്ലോ ബാങ്കിങ്. അപ്പൊ SBI എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 27ാമത്തെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ശെട്ടി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ചല്ല ശ്രീനിവാസലു ശെട്ടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SBIയുടെ 27ാമത്തെ ചെയർമാൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശുഭ ടോളെ എന്നറിയപ്പെടുന്ന വനിതാ ശാസ്ത്രജ്ഞയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്റർനാഷണൽ ബ്രെയിൻ റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞയാണ് ശുഭ ടോലെ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന നിയമനങ്ങളെ പറ്റിയും ഈ പറയുന്ന പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളൊക്കെ പരിശോധിക്കുമ്പം അവാർഡുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2024 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണല്ലോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2024 പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വ്യക്തികളെ പറ്റിയാണല്ലോ പറഞ്ഞത്. അതൊക്കെ വായിച്ച് റിവൈസ് ചെയ്തേക്കണേ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുകളുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനങ്ങളെ പറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 2024 ജൂണിൽ നിർമ്മാണ അനുമതി നൽകിയ വൻകിട തുറമുഖത്തിന്റെ പേരാണ് വധവാൻ. ഒന്ന് ഓർത്തു വെച്ചാണ്. വധവാൻ എന്നറിയപ്പെടുന്ന തുറമുഖം അത് ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ വധവാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാരാഷ്ട്രയിലാണല്ലോ മുംബൈ എന്നറിയപ്പെടുന്ന തുറമുഖം. മുംബൈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അപ്പൊ ഈ പറയുന്ന മുംബൈ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന മഹാസംസ്ഥാനത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് പുതുതായിട്ട് നിർമ്മാണ അനുമതി നൽകിയ വൻകിട തുറമുഖത്തിന്റെ പേരാണ് വധവൻ തുറമുഖം. അത് ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എന്ന് പറയുന്ന കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അതിന് പ്രാധാന്യം കൊടുക്കണം. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ ഉത്തർപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി അറിയാലോ, യോഗി ആദിത്യനാഥ് ആണല്ലോ. അപ്പൊ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ചോദ്യം ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടിയുള്ള ലോകത്തിൽ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് അത് ഉത്തർപ്രദേശിലാണ്. ഇനി റോഡുമായി ബന്ധപ്പെട്ട്, റോഡ് മേഖലയുമായി ബന്ധപ്പെട്ട് റോഡിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റോഡ് അപകടങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, റോഡിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടി റോഡിന്റെ നിർമ്മാണമാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന റോഡുമായി ബന്ധപ്പെട്ട എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടി ലോക്പത് മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മധ്യപ്രദേശാണ്. അപ്പൊ 2024 ജൂണിൽ നിർമ്മാണ അനുമതി നൽകിയ വൻകിട തുറമുഖമാണ് വധവൻ തുറമുഖം. അത് ഏത് സംസ്ഥാനത്താണ്? അത് മഹാരാഷ്ട്രയിലാണ്. ഏഷ്യയിലെ കഴുകന്മാർക്ക് വേണ്ടിയുള്ള ലോകത്തിൽ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണെന്ന് നോട്ട് ചെയ്തേക്കണം. റോഡിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ലോക്പത് മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഈ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നമ്മൾ 28 സംസ്ഥാനങ്ങളെയും
8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറയുന്ന സമയത്ത് റോഡ് സുരക്ഷയ്ക്കായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. പഴയകാലത്ത് മത്സ്യ എന്നറിയപ്പെട്ട രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത റോഡ് സുരക്ഷയ്ക്കായുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയ ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത്, ലോകത്തിൽ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മാണം പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ബീഹാർ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന് നിർമ്മാണം അല്ലെങ്കിൽ ആ രാമായണ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ബീഹാർ എന്ന സംസ്ഥാനത്താണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ചോദ്യ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ചോദ്യമാണെന്ന് കൂട്ടിക്കോ. തൊഴിലില്ലായ്മ നേരിടാൻ വേണ്ടി, ഒരു സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നേരിടാൻ വേണ്ടി രാജീവ് ഗാന്ധി സിവിൽ അഭയഹസ്തം സ്കീം, മറക്കല്ലേ, രാജീവ് ഗാന്ധി സിവിൽ അഭയഹസ്തം സ്കീം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ പേര് ശ്രീകൃഷ്ണ കമ്മീഷൻ എന്നാണ്. അപ്പൊ തൊഴിലില്ലായ്മ നേരിടാൻ വേണ്ടി രാജീവ് ഗാന്ധി, വാക്ക് മറക്കല്ലേ, രാജീവ് ഗാന്ധി സിവിൽ അഭയഹസ്തം സ്കീം ആരംഭിച്ച സംസ്ഥാനം അത് തെലങ്കാനയാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ അത് അസം സംസ്ഥാനമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അഹം രാജവംശം ഭരണം നടത്തിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണല്ലോ അസം. ഇന്ത്യയുടെ ടീ സംസ്ഥാനം എന്നറിയപ്പെടുന്നതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? അത് അസമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില, മറക്കല്ലേ, മിനിമം താങ്ങുവിലയാണ് സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ്. ബഹുധാന്യക എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അത് ഹരിയാനയാണല്ലോ. ഹരിയാനയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. സംസ്ഥാനത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം അത് ഹരിയാനയാണ്. അടുത്തത്, മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് നാഗാലാൻഡ് ആണ്. നാഗന്മാരുടെ റാണിയൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. റാണി ഗൈഡില്യു 1930 ഉപ്പ് സത്യാഗ്രഹം നാഗാലാൻഡ്, അത് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നയിച്ചത് റാണി ഗൈഡില്യു ആണ്. ഈ റാണി ഗൈഡില്യുവിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച പേരാണ് നാഗന്മാരുടെ റാണി. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം നാഗാലാൻഡ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഈ പറയുന്ന ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ SBIയുടെ ചെയർമാനെ പറ്റി പറഞ്ഞു. അടുത്തത്, ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ATM തുറന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കും. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കും. രണ്ടും രണ്ട് ചോദ്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒഡീഷയാണല്ലോ. അപ്പൊ ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ATM തുറന്നത് ഏത് സംസ്ഥാനത്താ? അത് ഒഡീഷയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ പറ്റി പറയുമ്പം ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേര് മുഖ്യമന്ത്രി ലഡ്കി ബാഹിൻ പദ്ധതി എന്ന്. മുഖ്യമന്ത്രി ലഡ്കി ബാഹിൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന സംസ്ഥാനത്ത് കുടുംബ വരുമാനം കുറവാണ്. ഇപ്പൊ എൻ്റെ കുടുംബ വരുമാനം കുറവാണെന്നിരിക്കട്ടെ, എൻ്റെ വീട്ടിൽ 21 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അമ്മയുണ്ട്, സഹോദരിമാരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ള വനിതകളുണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം 1500 രൂപ ധനസഹായം ഓരോ മാസവും കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്ന പദ്ധതിയുടെ പേരാണ് മുഖ്യമന്ത്രി ലഡ്കി ബാഹിൻ പദ്ധതി. ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന പഞ്ചാബിനെ കണക്ട് ചെയ്യുന്ന ചോദ്യം. കരമാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും ശരിയായ വിധം പരിപാലിക്കാത്തതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 1000 കോടി, മറക്കല്ലേ, 100 10 അല്ല, 1000 കോടി രൂപ പിഴ വിധിച്ചത് ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചാൽ
അത് പഞ്ചാബ് സംസ്ഥാനത്തിനാണ്. ഇതേപോലെ മത്സര പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പിഴയുമായി ബന്ധപ്പെട്ട് ഏത്, അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണലാണോ സുപ്രീം കോടതിയാണോ, അത് ആരാണ് പിഴ ചുമത്തിയെന്ന അന്നത്തെ മത്സര പരീക്ഷയ്ക്ക് ചോദ്യം. ഈ ചോദ്യം എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, ഖരമാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും ശരിയായ വിധം പരിപാലിക്കാത്തതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ 1000 കോടി, ഒരു കോടിയും 2 കോടിയും ഒന്നുമല്ല, 1000 കോടി രൂപ പിഴ വിധിച്ചത് ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിനാണ്. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്ന ആരെ തന്നെ, പഞ്ചാബിനെ തന്നെ. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നിയമനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഓഹരി വിപണികളെയൊക്കെ അറിയാം അല്ലേ. ഇന്ത്യയിലെ എല്ലാ ഓഹരി വിപണികളെയും നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഹരി വിപണികളെല്ലാം നിയന്ത്രിക്കുന്ന ഏജൻസിയുടെ പേരാണ് സെബി എന്ന് പറയും. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ പുതിയ മേധാവിയായിട്ട് ചുമതലയേറ്റത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. അപ്പോൾ സെബിയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. അപ്പൊ നമുക്കറിയാം, ഈ പറഞ്ഞ മാധബി പുരി ബുച്ച് എന്നറിയപ്പെടുന്ന വനിത ഈ പറഞ്ഞ സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു. സെബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന വനിത അതിന് അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്, സെബിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. അത് ഈ പറയുന്ന ആരാണ്? മാധബി പുരി ബുച്ച. അപ്പൊ മാധബി പുരി ബുച്ചിന്റെ നിയമനം അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഓഹരി വിപണികളെയൊക്കെ നിയന്ത്രിക്കുന്ന ഏജൻസിയായ സെബിയുടെ പുതിയ മേധാവി ആരാണ്? അത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കും. ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറയുന്ന സെബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാവുന്ന, എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഒന്ന്, സെബി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ശുപാർശ ചെയ്ത സെബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് സെബിയുടെ ശുപാർശ അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് GS പട്ടേൽ കമ്മിറ്റി എന്നാണ്. ഈ സെബി നിലവിൽ വരുന്നത് 1988 ഏപ്രിൽ 12-നാണ്. ഈ സെബി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത് 1992-ലും. സെബിയുടെ ആദ്യ ചെയർമാൻ SA ദേവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ തുഹിൻ കാന്ത പാണ്ഡെയാണ് നിലവിലെ ചെയർമാൻ. ആദ്യ ചെയർമാൻ SA ദേവ് ആണ്. ഈ സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. 7 ദ്വീപുകളുടെ നഗരം മുംബൈ, ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ. അങ്ങനെ ഒത്തിരി പ്രത്യേകതയാണ്. ഈ സെബിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാണ് മാധബി പുരി ബുച്ച്. സെബിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ വരുന്നു, അത് മാധബി പുരി ബുച്ച് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ സെബി നിലവിൽ വന്നെന്നാ പറഞ്ഞേ? 1988 ഏപ്രിൽ 12 സെബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് GS പട്ടേൽ എന്നല്ലയോ? ഈ സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കും. ഈ സെബി സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാൻ ആകുന്നത് GV രാമകൃഷ്ണയാണ്. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാനായിട്ട് നിയമിതനാകുന്നത് GV രാമകൃഷ്ണ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് മണിപ്പൂർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവം. അത് 2025-ലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് ഫാക്ട് വരാം, അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ആയിട്ടും വരാം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിലവിലെ മണിപ്പൂർ ഗവർണർ അജകുമാർ ബെല്ലയാണ്. അപ്പം നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ 356. ഈ 3 ആർട്ടിക്കിൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. 352, 356, 360. 352 എന്ന് പറഞ്ഞാൽ ദേശീയ അടിയന്തരാവസ്ഥ, 356 എന്ന് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഏക അടിയന്തരാവസ്ഥ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതിയിൽ എന്ത് ഏർപ്പെടുത്തി? മണിപ്പൂരിൽ, രാഷ്ട്രപതിയിലല്ല, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, മണിപ്പൂരിൽ 11 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ
രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഇപ്പോൾ ആരാണ്? അത് മണിപ്പൂരാണ്. അപ്പം നേരത്തെ 10 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പൊ 11ാം തവണയായി. ഇപ്പം മണിപ്പൂർ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം അത് മണിപ്പൂരാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത് മത്സര പരീക്ഷയ്ക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയാം, റംസാർ സൈറ്റുകൾ ചോദിക്കാറുണ്ട്. അത് 10th ലെവൽ മുതൽ ഒരു ഡിഗ്രി നിലവാരം മുതൽ അധ്യാപക മത്സര പരീക്ഷകൾക്ക് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ പുതിയ 4 റംസാർ സൈറ്റുകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഒന്ന്, സക്കരക്കോട്ട പക്ഷി സങ്കേതം, അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ തേർത്തങ്കൽ പക്ഷി സങ്കേതം, അതും തമിഴ്നാട്ടിലാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗജേപാൽരി തണ്ണീർത്തടം, സിക്കിമിലാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്. ഇത്രയും ഈ പറയുന്ന 4 റംസാർ സൈറ്റുകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്, വളരെ പ്രധാനപ്പെട്ടതാണ് ഗജേപാൽരി തണ്ണീർത്തടം സിക്കിം, ഉദ്വ തടാകം ജാർഖണ്ഡ്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 89 റംസാർ സൈറ്റുകളുണ്ട്. നിലവിൽ 89 റംസാർ സൈറ്റുകളുണ്ട്. ദെൻ അതിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാട്. തമിഴ്നാട്ടിൽ 20 തണ്ണീർത്തടം ഉണ്ട്. അപ്പൊ 86 റംസാർ സൈറ്റിലെ ഒരു കാറ്റഗറി നമ്മൾ പറയുമ്പം ഇന്ത്യയിൽ ആകെ 89 റംസാർ സൈറ്റ് ഉണ്ട്. അതിൽ 20 റംസാർ സൈറ്റ് തണ്ണീർത്തടം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട് സംസ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ പുതിയ 4 റംസാർ സൈറ്റുകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. റംസാർ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ പഠിച്ചു മാറ്റേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് ഇനി പറയുന്നത്. കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് നിലവിൽ വന്നത്? അത് കന്യാകുമാരിയാണ്. കന്യാകുമാരിയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും? ഒന്ന്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല കന്യാകുമാരിയല്ലേ? ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരിയല്ലേ? കേപ്പ് ഓഫ് കാമറൻ എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യ മഹാരാജ്യത്ത് ഉദയവും അസ്തമനവും ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ സ്ഥലം കൂടിയാണ് ഈ പറയുന്ന കന്യാകുമാരി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേപ്പ് ഓഫ് കാമറൻ എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നീ പ്രത്യേകതകളാക്കൊണ്ട് കന്യാകുമാരിക്കുണ്ട്. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കന്യാകുമാരിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് 2025 ജനുവരിയിൽ പുഷ്പക് എക്സ്പ്രസ് അപകടം നടന്ന മഹാരാഷ്ട്രയിലെ സ്ഥലത്തിന്റെ പേരാണ് ജൽഗാവ്. അപ്പൊ 2025 ജനുവരിയിൽ പുഷ്പക് എക്സ്പ്രസ് അപകടം നടന്ന ജൽഗാവ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയല്ലയോ? അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകാലിക സംഭവം, രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ തേൻ ഗ്രാമം എവിടെയാ? അത് മഹാരാഷ്ട്ര. അപ്പൊ ഇപ്പം ഇന്ന് മഹാരാഷ്ട്രയെ പറ്റി ഒത്തിരി കറണ്ട് അഫേഴ്സ് നമ്മൾ പറഞ്ഞു. അടുത്തത് മദ്രാസ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഏതൊരു വാക്കോ ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കാം എന്ന് ഏത് ഹൈക്കോടതിയാണ് വിധിച്ചെന്ന് ചോദിച്ചാൽ മദ്രാസ് ഹൈക്കോടതിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആർട്ടിക്കിൾ 44 എന്നൊക്കെ നമ്മൾ പറയല്ലേ യൂണിഫോം സിവിൽ കോഡ് അല്ലയോ? ലോജിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന അങ്ങനെയല്ലേ? അപ്പൊ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ തീയതി 2025 ജനുവരി 27 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് പാലം കന്യാകുമാരി നിലവിൽ വന്നു. 2025 ഈ വർഷത്തെ 2025 ഇന്ത്യൻ ആർമി ദിന പരേഡിന്റെ വേദി അത് പൂനെയാണ്. 2025 മഹാകുംഭമേളയുടെ വേദി ചോദിച്ചാൽ അത് പ്രയാഗ്രാജ് ആണ്. ദെൻ 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ ഒത്തിരി ആനുകാലിക സംഭവമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. എക്സാം വാരിയേഴ്സും ലെറ്റേഴ്സ് ടു മദർ. എക്സാം വാരിയേഴ്സ്, ലെറ്റേഴ്സ് ടു മദർ എന്നീ പുസ്തകങ്ങൾ എഴുതിയത് നരേന്ദ്രമോദി. അപ്പൊ 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയുടെ പേര് INS വാഗ്ജീർ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം
അടുത്തിടെ എവിടെയാണ് സ്ഥാപിതമായത്? അത് പശ്ചിമ ബംഗാളിലെ ഫുലിയ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതായത് നിങ്ങൾ എല്ലാ മത്സര പരീക്ഷയും നോക്കിയോ, ആ മത്സര പരീക്ഷയിൽ എവിടെങ്കിലും ഒന്നുകിൽ പ്രവാസിയ ഭാരതി ദിവസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 2025 ആയിക്കോട്ടെ 2024 ആയിക്കോട്ടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ചോദിക്കാറുണ്ട്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ പ്രമേയം ഒരു വികസിത് ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ്. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥിയുടെ പേര് പ്രബോവോ സുബിയാൻഡോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് പ്രബോവോ സുബിയാൻഡോ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് വി നാരായണനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ 2025 ഇനി നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട പോയിന്റ് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും. ഒന്ന് 2025 തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് വൈശാഖനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. 2025 തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. ദെൻ എല്ലാ വീടുകളിലും ജല അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ മുനിസിപ്പാലിറ്റി പറവൂർ മുനിസിപ്പാലിറ്റിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ 18ാമത് പ്രവാസി ഭാരതി ദിവസിന്റെ മുഖ്യ അതിഥി അത് ക്രിസ്റ്റിൻ കാർല കങ്കുലു ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ആയ ക്രിസ്റ്റിൻ കാർല കങ്കുലു ആണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ മുഖ്യാതിഥി. അടുത്തത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് അത് ഭുവനേഷ് കുമാർ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരാണ് NSIL, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് സ്ഥാപിതമാകുന്നത് 2019 മാർച്ച് 6-നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളിൽ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് NSIL അല്ലെങ്കിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയും. ദെൻ ഇതേ മാതൃകയിൽ തന്നെ ഈ പറഞ്ഞ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് K-സ്പേസ് എന്ന് പറയും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ആനുകാലിക സംഭവങ്ങളെ പറ്റി പറയുമ്പം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് ആര് ചാമ്പ്യന്മാരായി? ഇന്ത്യ ചാമ്പ്യന്മാരായല്ലോ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണ് 2025 അതിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയത് രോഹിത് ശർമ്മയും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ചോദിച്ചാൽ അത് രജിൻ രവീന്ദ്രയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇത്രയും കണ്ടന്റുകൾ റിവൈസ് ചെയ്യുക. PDF നോട്ട് പറഞ്ഞല്ലോ, ഇതിന്റെ PDF നോട്ടും ഇതിന്റെ ക്ലാസ് ലിങ്കും PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നു. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് വർക്കൗട്ട് ബാച്ച് നിങ്ങൾക്ക് എന്തൊക്കെ രാവിലെ മുതൽ എന്തൊക്കെ മെറ്റീരിയൽസ് തന്നോ, എന്തൊക്കെ പത്രവാർത്തകൾ തന്നോ, എന്തൊക്കെ ഫാക്ട്സ് തന്നോ, എന്തൊക്കെ SCRT തന്നോ, എന്തൊക്കെ മെറ്റീരിയൽസ് തന്നോ അതെല്ലാം രാത്രി 9 മണിക്ക് റിവിഷൻ നടത്തി പഠിക്കണം, എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.